ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വയനാട്ടിൽ ആരും അറിയാതെ ആരാലും കാണാതെ കിടക്കുന്ന ഇത്തരം ഒരുപാട് നിധികളുണ്ട്. ഞാനും വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇത്തരം ആരാധനാലയങ്ങൾ, ഇത്തരം പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ചെറിയ ചെറിയ അമ്പലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് എത്ര പേർക്കറിയാം. ഇത് കാടിനോട് ചേർന്ന്, കാടിൻ്റെ മക്കളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ദേവസ്ഥാനമാണ്. കടും ചായങ്ങളാൽ പ്രകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ചെറിയ ക്ഷേത്രം. ഒരു അമ്പലത്തിൻ്റെ യാതൊരു പകിട്ടും മോടിയും ഇല്ലാത്ത, പൂജാരിയും ഭക്തജനങ്ങളെയും തിരക്കുകളില്ലാത്ത, കാണിക്കയിടേണ്ട ബാധ്യതയില്ലാത്ത ഒരു കൊച്ചു ക്ഷേത്രം. തൃശ്ശിലേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണെങ്കിലും ഇനിയും യാദൃശ്ചികതയില്ലാതെ ഞാൻ ഒരുപാട് തവണ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയായി അത് പെട്ടെന്ന് മാറി. നിങ്ങളെല്ലാവരും പോകണം, നിങ്ങളെല്ലാവരും കാണണം. ഇതൊക്കെ പുറംലോകം അറിയേണ്ടതാണ്. നമ്മുടെ നാടിന് ഇങ്ങനെയൊരു സംസ്കാരമുണ്ടെന്നും ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും കാടിനോടും പ്രകൃതിയോടും അലിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ആരാധനാലയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നും എല്ലാവരും തിരിച്ചറിയണം. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. നല്ല കോടമഞ്ഞായിരുന്നു അന്ന് രാവിലെ. ഞങ്ങളൊരു കട്ടൻ കാപ്പിയും കുടിച്ച് ചൂടുവെള്ളത്തിലൊരു കുളിയും പാസ്സാക്കി ചുമ്മാ ഒരു ഡ്രൈവിന് പോകാമെന്ന് വെച്ചു. എന്നാലും പോകുന്ന വഴി 1-2 അമ്പലങ്ങളിലും കയറാമെന്ന് വെച്ചിട്ട് യാത്ര ചെന്ന് നിന്നത് അരീക്കര ഭഗവതി ക്ഷേത്രത്തിലാണ്. ഒരു ക്ഷേത്രമെന്ന് നമുക്കൊരിക്കലും വിളിക്കാൻ പറ്റില്ല. ഇത് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്ഥലം. കാടിനോട് ചേർന്ന്, കാടിൻ്റെ മക്കളോട് ചേർന്ന്, പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നൊരു കൊച്ചു ദേവസ്ഥാനം, അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. അമ്പലത്തിൻ്റെതായ ഒരു കെട്ടും മട്ടും ഇല്ലാതെ കടും നിറത്തിൽ പ്രകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം പോലെ നമുക്കത് അനുഭവപ്പെട്ടു. ഉത്സവം കഴിഞ്ഞതിൻ്റെ ആലസ്യത്തിലാണ് ക്ഷേത്രവും പരിസരവും ഒക്കെ. പൂജാരിയില്ല, പ്രാർത്ഥിക്കാൻ ആളുകളില്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. ഇത് തന്നെയാണ് പ്രകൃതി. അമ്പലത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതും ഈ ശാന്തത തന്നെയാണ്. മനസ്സമാധാനം തേടിയാണല്ലോ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത്. നമ്മൾ പോകേണ്ടത് ഇത്തരം ക്ഷേത്രങ്ങളിലേക്കാണ്. ഇവിടെ പ്രകൃതി ഏതാണ്, ക്ഷേത്രം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാറില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെലവഴിക്കാം. ഇവിടുത്തെ കാറ്റിന് തന്നെ ഒരു പോസിറ്റീവ് വൈബുണ്ട്. ഈ കടും ചായങ്ങളൊന്നും നമ്മുടെ ക്ഷേത്രത്തിൽ അത്ര പരിചിതമല്ല. ഇതൊക്കെ ഉത്സവത്തിൻ്റെ അനുബന്ധമായിട്ട് അവർ ചേർത്ത കളറുകളാണ്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേത്രമാണ്. അവരുടെ ആഘോഷങ്ങൾക്കും അവരുടെ ആചാരങ്ങൾക്കും എന്നും കടും നിറങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളെന്തായാലും കുറച്ച് സമയമൊക്കെ അവിടെ ചെലവഴിച്ച് അതിമനോഹരമായൊരു പുലരി അവിടെ ആഘോഷിച്ച് ആസ്വദിച്ച് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.